ഒരു മോള് തന്നെ ആയിക്കോട്ടെ, നിന്റെയൊക്കെ മക്കൾക്കേ ഒരു 10 വയസ്സുള്ള കുഞ്ഞിനോട് നീ നിന്റെ അഭിപ്രായം ഒന്ന് പറഞ്ഞു നോക്കിക്കേ, അപ്പൊ മനസ്സിലാകും. ജയഫർ സ്കൂളിൽ പോയിട്ടില്ലടാ. ജയഫർ സ്കൂളിൽ പോയിരുന്നെങ്കിൽ നിനക്കൊരു വിവരം കിട്ടിയേനെ. ഇതെന്റെ ലൈവല്ലേ ജയഫറെ, അല്ലേ? ഞാൻ ഇതിനകത്ത് എന്ത് സംസാരിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഞാനല്ലേ, നീയാണോ? നിനക്കിഷ്ടമുള്ള വിഷയം സംസാരിക്കാൻ നീ ശമ്പളം തന്നിരുത്തിയിരിക്കുന്ന വ്യക്തിയാണോ ഞാന്? എനിക്കിഷ്ടമുള്ള വിഷയത്തെക്കുറിച്ച് ഞാൻ സംസാരിക്കും. നിനക്ക് വേണമെങ്കിൽ കേൾക്കാം, അല്ലേ തിരിഞ്ഞു നോക്കാതെ ഇറങ്ങി പോകുക. അത് സ്കൂളിൽ പഠിച്ചെങ്കിൽ നിനക്ക് അത്തരം ഒരു വിവരമെങ്കിലും കിട്ടുമായിരുന്നു. അതുകൊണ്ടാണ് നീ മദ്രസയിൽ പഠിച്ച വിവരമാണ് എന്ന് പറയാൻ കാരണം കേട്ടോ. ഞാൻ എന്ത് വസ്ത്രം ധരിക്കണം, ഞാൻ എന്ത് വിഷയത്തെക്കുറിച്ച് സംസാരിക്കണം, ഞാൻ എന്ത് സംസാരിക്കരുത്, ഞാൻ എന്ത് അഭിപ്രായം പറയണം എന്നൊക്കെ തീരുമാനിക്കാൻ ഈ ലോകത്ത് എന്റെ ഭർത്താവിന് പറ്റില്ല, എന്റെ മക്കൾക്ക് പറ്റില്ല, എന്റെ പിതാവിന് പറ്റില്ല, എന്റെ സഹോദരന് പറ്റില്ല. ഞാനൊരു സ്വതന്ത്ര വ്യക്തിയാ. ഞാൻ തീരുമാനിക്കും ഞാൻ എന്ത് ചെയ്യണമെന്ന്. വ്യക്തിത്വമുള്ള ആളുകളെ ഒന്നും നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ നിങ്ങൾക്ക് പറ്റില്ല മക്കളെ കേട്ടോ. അതുകൊണ്ടേ മോൻ സ്കൂളിൽ പോയി എന്ന് പറഞ്ഞാ പോരാ, അത് നിന്റെ സംസ്കാരത്തിലും കൂടി ഒന്ന് വരണം. നല്ലതാ. ഈ കാലത്തെ ചൊല്ല് സ്കൂളിൽ പോകേണ്ട സമയത്ത് സ്കൂളിൽ പോകണം, അല്ലാതെ മദ്രസയിൽ വെളിച്ചെണ്ണയും കൊണ്ടുപോയാൽ ഇങ്ങനെ ഇരിക്കും എന്നാണ്. ഇതിപ്പോൾ പറയാനുള്ള കാരണം ഇറാനും ഇസ്രായേലും തമ്മിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഓരോ ദിവസവും യുദ്ധം മൂർജിച്ചു വരുന്നുണ്ട്. ഈ സമയത്ത് ഇറാനും ഇസ്രായേലും പരസ്പരം, അതായത് സോഷ്യൽ മീഡിയ കൂടിയും അല്ലാതെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തകർത്തതിന്റെ കാര്യങ്ങളൊക്കെ അവർ അവകാശവാദമായിട്ട് ഉന്നയിക്കുന്നുണ്ട്. അതുകൂടാതെ സോഷ്യൽ മീഡിയയിൽ വ്യാജ വാർത്തകളും പ്രചരിക്കുന്നുണ്ട്. അങ്ങനെ ഇറാൻ പ്രേമികളായിട്ടുള്ള ചിലർ ഒരു വാർത്ത ഇപ്പോൾ പ്രചരിപ്പിക്കുന്നുണ്ട്. ഇത് ഈ ഏറ്റുപിടിച്ചിരിക്കുന്നത് കുറഞ്ഞ പുള്ളികളൊന്നുമല്ല, മനോരമ അടക്കമുള്ള ആളുകൾ ഈ വാർത്ത പ്രചരിപ്പിക്കുന്നുണ്ട്. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതായത് ഇസ്രായേലിന്റെ അഭിമാനമായിട്ടുള്ള അവരുടെ രഹസ്യാന്വേഷണ ഏജൻസി ചാര സംഘടനയായ മൊസാദിന്റെ ഓഫീസ് അടക്കം തകർത്ത് തരിപ്പണമാക്കി എന്നാണ് ഇറാൻ അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത്. ഇത് സത്യമാണെന്ന തരത്തിൽ മാധ്യമങ്ങൾ ഏറ്റുപിടിച്ച് പ്രചരിപ്പിക്കുന്നുണ്ട്. അവിടെയാണ് ഇവർ മറ്റൊരു കാര്യം കൂടെ ചെയ്തു വെച്ചിട്ടുണ്ട്. അതായത് ഇതിന്റെ തെളിവായിട്ട് മൊസാദിന്റെ കെട്ടിടം തകർന്നതിന്റെ ചിത്രവും കാണിച്ചിട്ടുണ്ട്. അവിടെ മൊസാദ് എന്ന എഴുത്തും നമുക്ക് കാണാൻ സാധിക്കും. ഇനി ചിന്തിക്കുക, ലോകത്ത് ഏത് ചാര സംഘടനയാണ്, ഏത് രഹസ്യാന്വേഷണ ഏജൻസികളാണ് അവരുടെ സ്ഥാപനം തുറന്നു വെച്ചിട്ട് അതിന് പേരുമായിട്ട് പ്രവർത്തിക്കുന്നത്? ഒരിടത്തുമില്ല. നമുക്ക് തന്നെ അറിയാം, റോയ് എന്ന് പറഞ്ഞ ഒരു രഹസ്യാന്വേഷണ ചാര സംഘടന നമുക്കുണ്ട്. അതിൽ പ്രവർത്തിക്കുന്നവർക്ക് പോലും അറിയില്ല അതിന്റെ പേര് തന്നെ എന്താണ്, രഹസ്യ അന്വേഷണ ഏജൻസി. ആ രാജ്യത്തിന്റെ ചാര സംഘടന. അതിപ്പോ ഇസ്രായേലിന് മൊസാദ്, ഇന്ത്യക്ക് ഓരോ രാജ്യത്തിനും അതിൻ്റെതായിട്ടുള്ള രൂപത്തിലുണ്ട്. ഈ മൊസാദിന്റെ സ്പെല്ലിംഗ് പോലും ശരിയായിരുന്നില്ല അവര് ഫാബ്രിക്കേറ്റ് ചെയ്ത ഒരു കെട്ടിടം തകർന്നു വീണത്. എന്നിട്ട് വേൾഡ് ട്രേഡ് സെന്റർ തകർന്നു വീണതിന്റെ ചിത്രങ്ങളൊക്കെ ഇപ്പോ ഇറാൻ മിസൈലിട്ട് ഇസ്രായേൽ തകർത്തതാണെന്ന്. ടെല്ലവീവ് മൊത്തം ചാരമായി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായ വീഡിയോ പ്രദർശനങ്ങള്. നിങ്ങൾക്ക് ആ പഴയകാല വീഡിയോകൾ എടുത്തിട്ടിട്ട് നിങ്ങളുടെ ആ ഫ്രസ്ട്രേഷൻസ് ഇറക്കി വെക്കാനേ പറ്റൂ. ഇനിയിപ്പോ അല്ല, ഇനിയും ഇറാൻ ഇസ്രായേലിലേക്ക് ബോംബിട്ട് മിസൈലുകൾ വർഷിച്ച് ഇസ്രായേലിന്റെ നാടുകളൊക്കെ തകർന്നെന്ന് വിചാരിച്ചോ? അതിന്റെ 100 ഇരട്ടി നാശനഷ്ടങ്ങൾ തിരിച്ച് ഇസ്രായേലും കൊടുത്തിട്ടുണ്ടാകും. അത് പറയാൻ നമ്മുടെ നാട്ടിലെ മാപ്രകൾക്ക് ധൈര്യമുണ്ടാകില്ല. അതെ, മൊസാദിന്റെ സ്പെല്ലിംഗ് എങ്കിലും ശരിയായിട്ട് എഴുതിയിട്ട് വേണ്ടായിരുന്നോ നിങ്ങൾ ഇതൊക്കെ ചെയ്യാൻ? തലയ്ക്കകത്ത് ആളുതാമസമുള്ള ആളുകൾ ഇവിടെ ഉണ്ടെന്നൊന്ന് ചിന്തിക്കണ്ടായിരുന്നോ? ഇവിടെ സുഡിയോ ബോയ്ക്കോട്ട് നമുക്ക് തോന്നി ചെറിയ കുട്ടികൾക്ക് കട്ടിലാണോ എന്ന്, അതിലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. ഒരു തെറി എഴുതട്ടെ, അതിനകത്തും സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. ഒരാൾ പട്ടിന്ന് എഴുതിയതാ PTEE, എന്തുവാ അത്? പിറ്റിയോ ദയ, PIPYTY ഒക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു അർത്ഥം കൊടുക്കാമായിരുന്നു. എന്തോ ഇവര് ചെയ്യുന്നത്? ഒന്നുകിൽ ഇംഗ്ലീഷ് അക്ഷരത്തെറ്റില്ലാതെ എഴുത്, അതല്ലെങ്കിൽ മലയാളം അക്ഷരത്തെറ്റില്ലാതെ എഴുത്, അതല്ലെങ്കിൽ മംഗ്ലീഷ് അക്ഷരത്തെറ്റില്ലാതെ എഴുത്. കാരണം മദ്രസയിലാണ് ഇവര് പോയത്. മദ്രസയിൽ പോയി ഉസ്താദിന്റെ എണ്ണപ്രയോഗത്തിൽ മാത്രം വണ്ണം വെച്ച ഇവർക്ക് സംസ്കാരം എന്തെന്നറിയില്ല. മാതൃഭാഷയെ വ്യഭിചരിക്കാനല്ലാതെ അക്ഷരത്തെറ്റില്ലാതെ ഭാരത് മാതാ കീ ജയ് എന്ന് എഴുതാൻ അറിയാവുന്ന മുറിയന്മാർ തുലവും തുച്ഛമായിരിക്കും. ഞാനത് കളിയാക്കി പറയുന്നതല്ല, സത്യം, ഒരു സത്യം മാത്രം. മൊസാദിനെ ചാരമാക്കിയെന്ന്. മൊസാദ് ഒരു പിടി ചാരമായി മൊസാദിന്റെ ഓഫീസ്. ആ ചാര സംഘടനയ്ക്ക്, ഇസ്രായേലിന്റെ ചാര സംഘടനയ്ക്ക് അങ്ങനെ ഒരു ഓഫീസ് സമുച്ചയം ഇല്ല.
മോനാവട്ടെ അല്ലെങ്കിൽ ഭർത്താവട്ടെ പിതാവട്ടെ അവരുടെ കുടുംബാംഗങ്ങൾക്ക് പോലും അറിയില്ല തങ്ങളുടെ ഈ കുടുംബാംഗം ഇന്ന ഏജൻസിയിലാണ് പ്രവർത്തിക്കുന്നത് എന്ന് പോലും അത്ര രഹസ്യാത്മകമാണ് അത്. നമ്മുടെ രാജ്യത്തും അങ്ങനെ തന്നെയാണ്. NIA ഉദ്യോഗസ്ഥരുടെ കുടുംബാംഗങ്ങൾക്ക് പോലും അറിയില്ല അവർ രാജ്യത്തെ അന്വേഷണ ഏജൻസി ഉദ്യോഗസ്ഥരാണ് എന്ന്. അത്രമാത്രം രഹസ്യാത്മകമായിട്ടുള്ള സ്വഭാവം വച്ച് സൂക്ഷിക്കുന്നവരാണ് അന്വേഷണ ഏജൻസികൾ. അപ്പോൾ പിന്നെ ചാരസംഘടനയുടെ കാര്യവും രഹസ്യാന്വേഷണ ഏജൻസിയുടെ കാര്യവും പറയാനുണ്ടോ? മൊസാദിന്റെ ഉദ്യോഗസ്ഥർക്ക് പോലും അവരുടെ കുടുംബാംഗങ്ങളോട് ഞാൻ ഇന്നടത്താണ് പ്രവർത്തിക്കുന്നത് എന്ന് പറയാനുള്ള റൈറ്റ്സ് ഇല്ല. അവരത് പറയില്ല. അവരുടെ കൂറും പ്രതിബദ്ധതയും ആത്മാർത്ഥതയും ആ രാജ്യത്തിനോടാണ്. അവർക്ക് ഓഫീസോ മറ്റു കാര്യങ്ങൾ അതൊക്കെ ഉണ്ട്. പക്ഷെ അത് ഒരിക്കലും ഇങ്ങനെ പേരെഴുതി വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയല്ല ലോകത്തെ ഒരു ചാരസംഘടനയും. ഇവിടെ മൊസാദ് എന്ന എഴുത്ത് നമുക്ക് കാണാം. അത് തന്നെ അക്ഷരത്തെറ്റാണ്, ഒരു എസ് കുറവാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് സ്കൂളിൽ പോകേണ്ട സമയത്ത് സ്കൂളിൽ പോകണം, അല്ലാതെ മദ്രസയിൽ വെളിച്ചെണ്ണയായിട്ട് പോയാൽ ഇങ്ങനെ ഇരിക്കുമെന്ന് പറയാനുള്ള കാരണം ഇതാണ്. അതിന് ഇനിയും വേറെയും തെറ്റുകളുണ്ട് ഈ ചിത്രത്തിനകത്ത്. മൊത്തം ബോംബിട്ട് തകർത്തിരിക്കുന്ന ഒരു കെട്ടിടമാണ് കാണിക്കുന്നത്. പക്ഷേ ഒരു പോറൽ പോലും വെക്കാതെ ഇസ്രായേലിന്റെ പതാക അവിടെ ഉണ്ട്. ദേശീയ പതാക ഒരു കുഴപ്പമില്ലാതെ അവിടെ ഉണ്ട്. ബോംബിട്ട് കത്തിക്കഴിഞ്ഞ സ്ഥലമാണ്, പക്ഷേ പതാകയ്ക്കൊന്നും ഒരു കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് സൂക്ഷിച്ചു നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും ഇത് വ്യാജമാണ്. മാത്രമല്ല മൊസാദ് എന്ന പേരെഴുതിയപ്പോൾ തന്നെ അത് പൊളിഞ്ഞു. സമാനമായ കാര്യങ്ങൾ തന്നെയാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം ഉണ്ടായ സമയത്തും ചില മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത്. നമ്മുടെ കൊച്ചിയിലെ ഷിപ്പ്യാർഡും അതേപോലെ തന്നെ നാവിക കേന്ദ്രമൊക്കെ പാകിസ്ഥാൻ അടിച്ചു തകർത്തു എന്നാണ് അവിടെ സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ പ്രചരിപ്പിച്ചത്. നമ്മുടെ ഇവിടെയുള്ള പഞ്ചാബിലുള്ള വ്യോമതാവളമുണ്ട് ആദാപൂർ എന്ന് പറഞ്ഞാൽ, അത് തകർത്തു എന്ന് അവർ അവകാശപ്പെട്ടു. പക്ഷേ അതിന്റെ പിറ്റേ ദിവസം തന്നെ നമ്മുടെ പ്രധാനമന്ത്രി നേരെ ആ സ്ഥലത്ത് പോയിട്ട് S-400 മുന്നിലും അതേപോലെ തന്നെ റാഫേൽ ജെറ്റിന്റെയൊക്കെ മുന്നിൽ നിന്ന് പ്രസംഗിക്കുകയും ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയ ഇട്ട് ആ വാദത്തിന്റെ മുനയൊടിച്ചാണ്. നമുക്കറിയാം ഇന്ന് നമ്മുടെ ഒരു നഗരത്തിലും ഒരു സിറ്റിയിലും എന്താ പറയുക പാകിസ്ഥാൻ ഒരു ഡ്രോണോ മിസൈലോ പതിച്ചിട്ടില്ല എന്നത് ഇന്നിപ്പോൾ ലോകത്തിനെല്ലാം അറിയാം. പക്ഷേ ആ സമയത്ത് അവർ വ്യാജ പ്രചരണമായിരുന്നു നടത്തിയിരുന്നത്. ഏതാണ്ട് അതിന്റെ ചുവട് പിടിച്ച് തന്നെയാണ് ഇപ്പോൾ ഇറാൻ സ്നേഹികളായിട്ടുള്ള ആളുകൾ ഇറാൻ മിസൈൽ വിട്ട് ഈ മൊസാദിന്റെ കെട്ടിടം അടിച്ചു തകർത്തു. അതിന് തെളിവായിട്ട് വ്യാജ ചിത്രങ്ങൾ അവർ കൊടുക്കുന്നത്. ആദ്യത്തെ ആ വാദത്തിൽ തന്നെ അവർ പൊളിഞ്ഞു പോകും എന്ന കാര്യം ഉറപ്പാണ്. കാരണം മൊസാദ് ആവട്ടെ, റോയ് ആവട്ടെ, ISI ആവട്ടെ തുടങ്ങിയ ഒരു ഈ ചാരസംഘടനകളും രഹസ്യാന്വേഷണ ഏജൻസികളും അവരുടെ പേര് വെച്ചിട്ട് ഒരു ഓഫീസ് തുറക്കാറില്ല എന്നതാണ് യാഥാർത്ഥ്യം. അവിടെ തന്നെയാണ് ഈ ചിത്രം ആദ്യം പൊളിയുന്നത്. പിന്നീട് ഇത്രയും തകർന്ന തരിപ്പണമായ ആ കെട്ടിടത്തിന് മുന്നിൽ ഈ ഇസ്രായേലിന്റെ കൊടിക്ക് ഒരു കുഴപ്പമില്ലാതെ വെച്ചിരിക്കുന്നതോട് കാണുമ്പോൾ ഈ ചിത്രവും വാർത്തയും എല്ലാം വ്യാജം. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു യുദ്ധം അരങ്ങേറിയിരുന്നല്ലോ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം, ഓപ്പറേഷൻ സിന്ദൂർ. ശരി, അപ്പോൾ തന്നെ എല്ലാവരും മനസ്സിലാക്കി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു പോർമുഖത്തേക്ക് ഇറങ്ങുവാണ്, എന്തും സംഭവിക്കാമെന്ന്. അപ്പോഴും പാകിസ്ഥാൻ ലീഡ് ചെയ്യുന്ന രൂപത്തിലുള്ള വാർത്തകൾ ഉണ്ടാക്കാൻ മത്സരിച്ചത് കേരളത്തിലെ മാപ്രകളാണ് എന്ന് മറക്കരുത്. അവർക്ക് താലിബാൻ വിസ്മയമാണ്, അവർക്ക് ഹമാസ് പോരാളികളാണ്, മറക്കരുത്. അവര് കൊച്ചിയിലെ NIA ഓഫീസ് പാകിസ്ഥാൻ ബോംബിട്ട് തകർത്തു എന്ന് വാർത്ത ചെയ്യുകയും ഏതാനും മണിക്കൂറുകൾക്കകം വിമർശനങ്ങൾ ഉയർന്നു വന്നപ്പോൾ ആ വാർത്ത മുക്കുകയും ചെയ്തു. ഈ രാജ്യത്തിനകത്തുള്ളതുപോലെ ശത്രുക്കൾ ഈ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം പുറത്തില്ല. കാരണം ഇന്ത്യ വിരോധികൾ ഇഷ്ടം പോലെയുള്ളത് ഈ രാജ്യത്താണ്. ഉണ്ട ചോറിന് നന്ദിയില്ലാത്ത ആളുകൾ. എന്നിട്ട് ഇസ്രായേൽ എന്ന രാജ്യം ഇന്ത്യയോട് ചെയ്തിരിക്കുന്ന നന്മകൾ, സഹായങ്ങൾ, പിന്തുണയ്ക്കേണ്ടുന്ന സാഹചര്യങ്ങളിലെല്ലാം കൃത്യമായ രൂപത്തിൽ ഈ രാജ്യത്തെ പിന്തുണച്ച ഒരു രാജ്യമാണ് ഇസ്രായേൽ. പക്ഷെ എന്നാലും നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം, ഈ കൊച്ചു കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയോടല്ല അവരുടെ കൂറും പ്രതിബദ്ധതയും ഒന്നും. അവർക്കെപ്പോഴും പ്രതിബദ്ധതയുള്ളത് മതത്തോടാണ്.